പാലാ ജനറൽ ആശുപത്രിയിൽ നിർമ്മിക്കുന്ന റേഡിയേഷൻ ഓങ്കോളജി ബ്ലോക്കിന്റെ പൂർത്തീകരണം വൈകുന്നു. കെട്ടിട നിർമ്മാണം അവസാന ഘട്ടത്തിലാണെങ്കിലും വൈദ്യുതീകരണം ഉൾപ്പെടെയുള്ള ജോലികൾ പൂർത്തിയാകാത്തതിനാൽ പദ്ധതി പ്രവർത്തനസജ്ജമാകുന്നത് വീണ്ടും നീളുകയാണ്. ജോസ് കെ മാണി എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 2.45 കോടി രൂപ ചെലവഴിച്ച് 4996 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് റേഡിയേഷൻ ഓങ്കോളജി ബ്ലോക്ക് നിർമ്മിക്കുന്നത്. കേന്ദ്ര ആണവോർജ്ജ വകുപ്പിൻ്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് കെട്ടിടം ഒരുക്കുന്നത്. കെട്ടിടം പൂർണ്ണമായി സജ്ജമായ ശേഷമേ റേഡിയേഷൻ ചികിത്സയ്ക്കുള്ള ആധുനിക ഉപകരണങ്ങൾ സ്ഥാപിക്കാൻ കഴിയൂ. തുടർന്ന് ആണവോർജ്ജ മന്ത്രാലയത്തിൻ്റെ സഹായത്തോടെ ഏകദേശം 5 കോടി രൂപയുടെ ചികിത്സാ സംവിധാനങ്ങൾ സ്ഥാപിക്കാനാണ് ലക്ഷ്യം. റേഡിയേഷൻ തെറാപ്പി പ്ലാനിംഗ് വിഭാഗം, മോൾഡ് റൂം, റേഡിയോ തെറാപ്പി സിമുലേറ്റർ, മൈനർ ഓപ്പറേഷൻ തിയേറ്റർ, രോഗികൾക്കുള്ള കാത്തിരിപ്പ് കേന്ദ്രം എന്നിവ ഉൾപ്പെടെയുള്ള സമഗ്ര സൗകര്യങ്ങളാണ് പുതിയ ബ്ലോക്കിൽ ഒരുക്കുന്നത്. നിലവിൽ ആശുപത്രിയിൽ കീമോതെറാപ്പി, രോഗനിർണയ പരിശോധനകൾ, മരുന്ന് വിതരണം എന്നിവ ലഭ്യമാണെങ്കിലും റേഡിയേഷൻ ചികിത്സയ്ക്കായി രോഗികൾ മറ്റ് ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. നിർമ്മാണം പൂർത്തിയാക്കി ചികിത്സാ ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതോടെ സർക്കാർ മേഖലയിലെ ജനറൽ ആശുപത്രികളിൽ സമഗ്ര റേഡിയേഷൻ ചികിത്സാ സൗകര്യം ലഭ്യമാകുന്ന ജില്ലയിലെ ആദ്യ ആശുപത്രിയായി പാലാ ജനറൽ ആശുപത്രി മാറുമെന്ന പ്രതീക്ഷയിലാണ് രോഗികളും ആരോഗ്യരംഗവും. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.